നമസ്കാരം. എമിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീടടിച്ച് തകർത്ത കേസിൽ 5 സംഘത്തെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞയാഴ്ച പുതിയകാവ് പടിഞ്ഞാറ് വശം കൂളിയടുത്ത സുബ്രഹ്മണ്യന്റെ വീടാണ് അടിച്ചു തകർത്ത് മക്കളെ മർദ്ദിച്ചത്. ദേശീയപാത 17 മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരി മരിച്ചു. കോതപറമ്പ് അരയംപറമ്പിൽ ശ്രീനിവാസന്റെ ഭാര്യ ഭാരതിയാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് പെരിഞ്ഞനത്തെ ആവേശകരമായ സ്വീകരണം. വിശദമായ വാർത്തയിലേക്ക്. വീട് കയറി ആക്രമിച്ച കേസിൽ 5 സംഘത്തെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമുട്ടം സ്വദേശികളായ മണ്ണന്തല സുബിൻ, കറുപ്പൻപുരയ്ക്കൽ ബാബു, കാതിക്കോട് സ്വദേശി തടുപുന്ന ദീപക്, പുളിഞ്ചോട് പുളിയോന്ന നിഖിൽ, പുന്നയ്ക്ക ബസാർ പാറൻ വീട്ടിൽ ദിനേശ് എന്നിവരെയാണ് മതിലകം SI D മിഥുനം സംഘവും അറസ്റ്റ് ചെയ്തത്. 9-ാം തീയതി വൈകിട്ട് 3:30യോടെയാണ് അക്രമി സംഘം പുതിയകാവ് പടിഞ്ഞാറ് വശമുള്ള പുളിയേടത്ത് സുബ്രഹ്മണ്യന്റെ വീട് ആക്രമിച്ചതിന് ശേഷം മക്കളായ വത്സൻ, സുദേവ്, ഭാര്യ മല്ലിക എന്നിവരെ ആക്രമിച്ചത്. സുബ്രഹ്മണ്യന്റെ മക്കളും അക്രമി സംഘവും ഒന്നിച്ച് കരാറടിസ്ഥാനത്തിൽ കോൺക്രീറ്റ് പണികൾ നടത്തിവരികയായിരുന്നു. കോൺട്രാക്ട് എടുത്തതിലെ പൈസയുടെ കാര്യത്തിൽ ഇവർ തമ്മിൽ അകന്നതോടെ ജോലി സാമഗ്രികൾ വത്സനും സുദേവും കസ്റ്റഡിയിൽ വെച്ചു. പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി സുബിൻ ഇവരുടെ വീട്ടിൽ വരികയും പണത്തെ ചൊല്ലി വീണ്ടും തെറ്റുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ സുബിൻ മറ്റുള്ളവരെ ഫോണിൽ വിളിച്ചു വരുത്തി സുബ്രഹ്മണ്യന്റെ മക്കളെ ആക്രമിക്കുകയായിരുന്നു. ഇത് തടയാൻ ചെന്ന മല്ലികയെ തള്ളിയിടുകയും ചെയ്തു. അക്രമത്തിൽ വത്സന് തലയ്ക്കും കൈക്കും കാലിനും പരിക്കുപറ്റി. സുദേവിന്റെ നട്ടെല്ല് ചിന്നിയിട്ടുണ്ട്. അരമണിക്കൂർ നേരം ഇവർ വീടിന്റെ മുൻപിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് അവിടെ നിന്ന് പോയത്. പരിക്ക് പറ്റിയവർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മതിലകം SIയെ കൂടാതെ സീനിയർ CPO ജോബി, CPOമാരായ ജിബിൻ, ജോസഫ്, മുഹമ്മദ് അഷ്റഫ് എന്നിവരും അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വിദ്യാർത്ഥികൾക്ക് മലമ്പാമ്പിനെ പരിചയപ്പെടുത്തി അൻസാരി. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് വിദ്യാർത്ഥികൾക്കതിഥിയായി പെരിഞ്ഞനം RMVHSൽ കൂറ്റൻ മലമ്പാമ്പെത്തിയത്. അൻസാരിയുടെ കയ്യിലുണ്ടായിരുന്ന പാമ്പ് കുട്ടികളെ കൂട്ടത്തോടെ കണ്ടപ്പോൾ കുറച്ച് വിഷമിച്ചെങ്കിലും അല്പസമയത്തിനകം പാമ്പ് കുട്ടികളുടെ ചങ്ങാതിയായി മാറി. പല കുട്ടികൾക്കും പാമ്പിനെ തൊടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇവനെങ്ങാനും ഇടഞ്ഞാലോ എന്ന പേടിയിൽ കുട്ടികൾ പിന്മാറി. ചില അധ്യാപികമാർ പാമ്പിനെ തൊട്ട് വിദ്യാർത്ഥികളുടെ ഭയത്തെ മാറ്റാൻ ശ്രമിക്കുന്നതും കാണാമായിരുന്നു. അധികം ആളുകൾക്കും പാമ്പിന്റെ ചിത്രം മൊബൈലിൽ പകർത്താനായിരുന്നു തിരക്ക്. ആദ്യം നിലത്തിഴഞ്ഞ മലമ്പാമ്പ് ചുവരിലേക്കും ബോർഡിലേക്കും കയറി ആദ്യാക്ഷരം കുറിക്കാൻ നോക്കിയതും വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്ക് പാമ്പിനെ അൻസാരി പരിചയപ്പെടുത്തിക്കൊടുത്തത്. ഭയത്തോടെ മാത്രം കാഴ്ച ബംഗ്ലാവിലും മറ്റും കാണുവാൻ കഴിഞ്ഞിരുന്ന കൂറ്റൻ പാമ്പിനെ പരിചയപ്പെടുവാൻ കിട്ടിയതോടെ പലരിലും ഉണ്ടായിരുന്ന ഭയവും മാറുകയും ചെയ്തു. സീനിയർ അധ്യാപിക C ഗീത, PTA പ്രസിഡന്റ് NK നാസർ, മലയാള മനോരമ ലേഖകൻ TH ജബ്ബാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പാമ്പിനെ പരിചയപ്പെടുത്തൽ നടന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ദേശീയപാത 17 മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരി മരിച്ചു. കോതപറമ്പ് സ്വദേശി അരയംപറമ്പിൽ ശ്രീനിവാസന്റെ ഭാര്യ ഭാരതിയാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ദേശീയപാത 17 പാലപ്പെട്ടി കിഴക്കേ വളവിന് സമീപം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. തൃപ്രയാറിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന കാർ സ്വകാര്യ ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് മീൻ കയറ്റി പോവുകയായിരുന്ന മിനി ടെമ്പോയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാർ വെട്ടിപ്പൊളിച്ച് ഭാരതിയെ പുറത്തെടുത്തെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീനിവാസനും ഭാരതിയും കൊടുങ്ങല്ലൂരിലുള്ള വീട്ടിലേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. എടത്തിരുത്തി മഹല്ല് കമ്മിറ്റിയുടെയും നന്മ റിലീഫ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ റംസാൻ കിറ്റ് വിതരണം നടന്നു. എടത്തിരുത്തി സിറാജ് നഗർ ജുമാ മസ്ജിദിൽ നടന്ന സൗജന്യ കിറ്റ് വിതരണങ്ങളുടെ ഉദ്ഘാടനം MK അബ്ദുള്ള ഹാജി നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് നൂറുദ്ദീൻ പള്ളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ VS നവാസ് നിർവഹിച്ചു.
ആലപ്പുഴയിലെ കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. എങ്ങോട്ട് പോകുന്നതാണ് നല്ലത്? ബാച്ച്മേറ്റ്സാണ് ഞങ്ങൾ 155 പേര് സെലക്ഷൻ കിട്ടി ട്രെയിനിങ് കഴിഞ്ഞു. അപ്പൊ അതിന് പലരും തൃശ്ശൂർ ജില്ലക്കാര് പലരും എന്തോട്ടാ പോണാങ്ങള് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാ. ഞാൻ പറഞ്ഞു എന്റെ ട്രെയിനിങ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ആയിരുന്നു, പോയി നോക്കാം, സർക്കാർ ജോലിയല്ലേ. അപ്പൊ ഞാൻ അങ്ങനെയാണ് പോകുന്നത്. സത്യത്തില് എന്നെ ഇങ്ങോട്ട് ഈ പ്രദേശത്തേക്ക് അടുപ്പിച്ചത് ഈ പ്രദേശത്തെ കുറിച്ച് നമ്മൾ ചരിത്ര താളുകളൊക്കെ വായിച്ചു കേട്ടിരുന്നതാണ്. ഇവിടുത്തെ കൊടുങ്ങല്ലൂരാണെങ്കിലും മുസ്ലിംസ് എന്നാണെങ്കിലും മതിലകമാണെങ്കിലും തൃക്കണ മതിലകമാണെങ്കിലും തിരുവഞ്ചിക്കുളമാണെങ്കിലും ഈ പേരുകളൊക്കെ എന്റെ ഉള്ളില് എവിടെയൊക്കെയോ പതിഞ്ഞിരുന്നു. യോഗത്തിൽ കെ അബൂബക്കർ മുസ്ലിയാർ, നിസാർ ലത്തീഫി, VS റാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് തല ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ കാലിത്തീറ്റ സപ്ലിമെന്റ് ആയിട്ട് അസോള എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അസോള വളർത്തുന്നതിന്, അസോള പായലാണ്, മഞ്ഞൾ ചെടിയാണ്. അസോള വളർത്തുന്ന കുഴി എടുക്കുന്നതിന് 2000 രൂപ വരെ കൊടുക്കാം. അങ്ങനെ 15% ലേബർ, 85% മെറ്റീരിയലുമാണ്. അങ്ങനെ ഒരു വീട്ടിന് 3 കുഴി വരെ കൊടുക്കാം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷത വഹിച്ച ഗ്രാമസഭയിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CM നൌഷാദ്, സുബൈദ മുഹമ്മദ്, മഞ്ജുള അരുണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് പെരിഞ്ഞനത്ത് ആവേശകരമായ സ്വീകരണം. ചക്കരപ്പുറം ബ്രാഞ്ചിന് വേണ്ടി KS രവികുമാർ, പൊന്മാനിക്കുളം ബ്രാഞ്ചിന് വേണ്ടി സുമാരികുമാർ, താമരക്കുളം ബ്രാഞ്ചിന് വേണ്ടി ഹേമലത, ഇതിലകളൂർ ബ്രാഞ്ചിന് വേണ്ടി. കേരളത്തിൽ 22-ാം തീയതി കളക്ട്രേറ്റുകൾ ഉപരോധിക്കുക എന്നുള്ള സമരം നടക്കുന്നത് ജനവിരുദ്ധ നയങ്ങൾ എന്ന് ഞാൻ പറയുന്നത് സമ്പന്ന വിഭാഗത്തിന് ഉദ്ദേശിച്ചല്ല. അവർക്ക് അനുകൂലമായതും സാധാരണ പണിയെടുക്കുന്ന സാധാരണക്കാരന് ദോഷകരമായ നിലപാടുകൾ എല്ലാ രംഗത്തും സ്വീകരിക്കുക. കേരളത്തിൽ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഉമ്മൻചാണ്ടി ഈ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവർക്ക് സഹായകരമായ നിലപാടല്ല, അതിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നിവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വില വർധനവിനെതിരെയും നടക്കുന്ന കളക്ട്രേറ്റ് മാർച്ചിന് മുന്നോടിയായാണ് പ്രചരണ ജാഥ നടന്നത്. പെരിഞ്ഞനത്ത് നടന്ന സ്വീകരണ സമ്മേളനം CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. UPA ഗവൺമെന്റിന്റെ കോൺഗ്രസിന്റെ നയമാണ് ഈ കോൺഗ്രസിന്റെ നയം. കോൺഗ്രസിന്റെ മാത്രമാണോ ഈ നയം? BJP ഇതേ നയം തന്നെയാണ്, അതിൽ വ്യത്യാസമില്ല. BJPയുടെ നയത്തിൽ വ്യത്യാസമില്ല. ഇപ്പൊ BJP അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ എന്താ വായ്പേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോഴും വലിയ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ BJPയുടെ നയമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ കോൺഗ്രസിന്റെയും BJPയുടെയും നയങ്ങൾക്കെതിരായിട്ട് ഇന്ത്യയിലെ എഴുതുവെച്ച ജനാധിപത്യ ബദൽ, അതിന് മാത്രമേ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ. CPM ഏരിയ കമ്മിറ്റി അംഗം CM വേലായുധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ UP ജോസഫ്, മാനേജർ മുരളി പെരുന്നെല്ലി, CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, പെരിഞ്ഞനം ലോക്കൽ സെക്രട്ടറി NK രാംദാസ്, വൃന്ദ പ്രേംദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. SYS സാന്ത്വനം റമളാൻ കിറ്റ് വിതരണവും ഇഫ്താർ സംഗമവും നടന്നു. ചാമക്കാല സുന്നി സെന്ററിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. ചാമക്കാല SYSന്റെ കീഴിലായി 500 കിറ്റ് അരി വിതരണം ചെയ്യാൻ ഇന്ന് വേദി ഒരുങ്ങിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. സഹായിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. സാന്ത്വനം എന്ന പേരിൽ കേരളത്തിലുടനീളം എന്നല്ല, SYS എവിടെയെല്ലാം ഉണ്ടോ അവിടെ മുഴുവൻ ഓരോ യൂണിറ്റുകളിലായി 10,000 പാവപ്പെട്ടവരെ സഹായിക്കാൻ, അത് ഭക്ഷണമായും മരുന്നായും അതുപോലെ മറ്റുള്ള പല സഹായങ്ങളുമായും SYS രംഗത്തുണ്ട്. സഹായം ചെയ്യണമെങ്കിൽ SYSന്റെ പ്രവർത്തകർ നിങ്ങളെപ്പോലെയുള്ള
വ്യക്തികളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കരുണയാണ്, നിങ്ങളുടെ മനസ്സറിഞ്ഞ ആ സഹായമാണ് യഥാർത്ഥത്തിൽ പാവപ്പെട്ടവർക്ക് എത്തിക്കുന്നത്. ചാമക്കാല മഹല്ല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PA യൂസഫ് സാഹിബ്, അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണ നിലവാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നറ ജ്വല്ലേഴ്സ് 3 പീടിക. സ്വർണം ഗ്രാമിന് 2780 രൂപ, പവന് 22,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീടടിച്ച് തകർത്ത കേസിൽ 5 സംഘത്തെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞയാഴ്ച പുതിയകാവ് പടിഞ്ഞാറ് വശം കൂളിയടുത്ത സുബ്രഹ്മണ്യന്റെ വീടാണ് അടിച്ചു തകർത്ത് മക്കളെ മർദ്ദിച്ചത്. ദേശീയപാത 17 മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരി മരിച്ചു. കോതപറമ്പ് അരയംപറമ്പിൽ ശ്രീനിവാസന്റെ ഭാര്യ ഭാരതിയാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് പെരിഞ്ഞനത്തെ ആവേശകരമായ സ്വീകരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.